ഹായ് ഹലോ അസ്സാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ ഇതിലെ ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മുടെ 5th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ജനുവരി 19. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ കേക്കൊക്കെ സെറ്റാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത് ആനിവേഴ്സറിയുടെ അന്ന് രാവിലെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പണി കിട്ടി. ഞാൻ ഈ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കളർ എൻ്റെ കയ്യിൽ ബോട്ടിലോടെ ഫുള്ളായിട്ട് മറന്നു പോയിട്ട് നല്ലൊരു ഡാർക്ക് യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ എൻ്റെ ഫുൾ മൂഡ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെങ്ങനെയൊക്കെയോ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാമെന്ന് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡെക്കറേഷൻ വീഡിയോ ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ കേക്കൊക്കെ ഫൈനൽ കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാനൊരു വിൻറ്റേജ് തീമിലുള്ള കേക്കാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ കേക്കൊക്കെ സെറ്റാക്കിയിട്ട് അവിടെ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഇതാ ഇതില്ലേ ഇക്കാക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. ബെല്ലാവിറ്റയുടെ ഒരു മെൻ പെർഫ്യൂം സെറ്റാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യുന്ന പരിപാടി ചെയ്യാനും പിന്നെ അപ്പോൾ ഇതാ അതൊക്കെ അവിടെ പാക്ക് ചെയ്ത് വെച്ച് പിന്നെ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഒരു ആനിവേഴ്സറി തോട്ടൊക്കെ വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് റാപ്പിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനലിലേക്ക് വന്നിട്ട് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, കുറച്ചങ്ങ് ഫ്ലോപ്പായിപ്പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കേക്ക് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിക്കാൻ്റെ വീട്ടിലേക്കാണ്. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പരിപാടിയിലാണ് കേട്ടോ. പിന്നെ എനിക്ക് അടുത്ത പണിയിട്ടത് ഇവിടെയാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്ന വരെ എനിക്ക് യാതൊരു പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കട്ട് ചെയ്ത് കഴിക്കുമ്പോഴേക്കും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊരു 5 വർഷമായി ബേക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു കേക്ക് കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ഫ്ലോപ്പായിപ്പോയി, ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. കഴിക്കുമ്പോൾ ഒരു കേക്കൊക്കെ ഹാർഡായി പോയിട്ട് ഒരു കേക്കിൻ്റെ ടെക്സ്ചറേ അല്ലേനു. അപ്പോൾ ഇതാ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളന്ന് വേറെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. മക്കൾക്ക് 2 അക്കം വയ്യാണ്ടിരിക്കാനോ. അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആനിവേഴ്സറി ഗിഫ്റ്റ് എനിക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലോറൽ ലെങ്ത് വരുന്ന മാക്സി ഡ്രസ്സും പിന്നെ 2 സ്കാർഫ് ചെയ്യുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കണ്ണൂരേക്കാണ് കേട്ടോ. അത് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ സൺസെറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിലൊന്നും ഇല്ലാണ്ട് നമുക്ക് ബീച്ചിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്ക് കേട്ടോ ഇറങ്ങി. കുറേ നാളായിട്ട് നമ്മൾ ബീച്ചിലേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പ്രഗ്നൻ്റൊക്കെ ആയ സമയത്ത് ബീച്ചിലേക്ക് വരാറേ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് വന്ന് പോവേ ഉള്ളൂ, ഇറങ്ങാറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും കൂടി ബീച്ചിലേക്കൊക്കെ ഇറങ്ങി. ഇച്ചുവിനെ ഇങ്ങനെ പറയാൻ വേണ്ട, ഓളാ മണലിലും ഫുള്ളായിട്ട് വാരി കളിക്കും. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ബീച്ചിലേക്കൊക്കെ ഇറങ്ങി വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ഇരുട്ടായതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബീച്ചിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബീച്ചിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കിഡ്സ് പ്ലേയിലേക്കാണ് കേട്ടോ. അവിടെ പിന്നെ കുറേ ടോയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരതിൽ കളിച്ചോളും.
പിന്നെ മിസുവിൻ്റെ കാര്യം പറയണ്ട, ഓനിക്കിതൊക്കെ കാണുമ്പോൾ ഫുള്ളായിട്ടൊന്ന് നോക്കിയിരിക്കലാന്ന് കേട്ടോ. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഗ്രില്ലെക്സിലേക്കാണ് കേട്ടോ. അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം അടിപൊളി റെസിപ്പീസായിട്ടും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.